ലബനോൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇനി നോക്കി നിൽക്കില്ല എന്നായിരുന്നു ഇറാൻ പറഞ്ഞത്. ഇന്നലെ ലബനോനിലെ ബെയ്റൂട്ടിലോട്ട് വീണ്ടും ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നു. അതോടുകൂടി ഇന്നലെ രാത്രി 6 വേവുകളായിട്ടാണ് ഇറാൻ ഇസ്രായേലിനെ അടിച്ചിട്ടുള്ളത്. ഇസ്രായേലിൽ വൻ നാശനഷ്ടങ്ങളുണ്ട് എന്ന് കാണിക്കുന്ന പലതരത്തിലുള്ള ഫുട്ടേജുകളും പുറത്തോട്ട് വരുന്നുണ്ട്. അതിലേറെക്കുറെ എനിക്ക് ഒരു ഒതൻറ്റിസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എല്ലാ ഫുട്ടേജുകളും ഞാൻ പുറത്തോട്ട് കാണിക്കാത്തത്. ചില ഫുട്ടേജുകൾ മാത്രമേ ഞാൻ പുറത്തോട്ട് കാണിക്കാം. ഇറാൻ്റെ ഏകദേശം ഡസൻ കണക്കിൽ മിസൈലുകളും ഡ്രോണുകളും ഇന്നലെ ഇസ്രായേലിലോട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. ഈവൻ തിരിച്ചടിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ ഇസ്രായേൽ നിൽക്കുകയാണ്. അവരുടെ അയൺ ഡോം സിസ്റ്റം പലതും ഇന്നലെ പാളിപ്പോയിട്ടുണ്ട്. കാരണം കൂടുതൽ മിസൈലുകളും അവരുടെ ബേസിൽ പതിച്ചതായിട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ ഫുട്ടേജുകളുമാണ് ഇപ്പം പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാറിൻ്റെ കുറച്ച് അപ്ഡേറ്റുകൾ നമുക്ക് പറഞ്ഞു പോവാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. رژیم متجاوز صهیونیستی با نقض مکرر آتش بس شرارت‌های خود علیه مردم مظلوم لبنان را ഇറാന്റെ ഇന്നലത്തെ തിരിച്ചടി എന്തിനെ ആസ്പദമാക്കിയിട്ട് അല്ലെങ്കിൽ സീസ് ഫയർ പറഞ്ഞ സമയത്ത് ഇറാൻ എന്തിനെ അടിച്ചു എന്നായിരിക്കും അല്ലേ? അതേ സീസ് ഫയർ പറഞ്ഞിട്ടുള്ള ലെബനോനിലോട്ട് ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുന്നതിന് പലതവണ ഇറാൻ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ ഏകദേശം 3500 ആളുകളെ കൊന്നു കഴിഞ്ഞു ഇസ്രായേൽ. ഹിസ്ബുള്ളനെ പിടിക്കുക എന്നുള്ള തീയതി അല്ലെങ്കിൽ ഹിസ്ബുള്ളനെ തകർക്കാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞിട്ടുള്ള വാർത്തകളിൽ 3500-ന്റെ മേലെ ആളുകൾ 10 ലക്ഷത്തോളം ആളുകൾ അവിടെ നിന്ന് റീപ്ലേസ്ഡ് ആയിപ്പോയി. പല ഭാഗങ്ങളും ഇസ്രായേൽ അവിടെ പിടിച്ചെടുത്തു. അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ പല പ്രാവശ്യം ഇറാൻ്റെ വാർണിംഗ് വന്നിരുന്നു. ഇന്നലെ ബെയ്റൂട്ടിലെ ദാഹിയിലേക്കായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം. അതോടുകൂടിയാണ് ഇസ്രായേലിലോട്ട് ഇന്നലെ ഇറാൻ്റെ തിരിച്ചടി വന്നിട്ടുള്ളത്. ഏകദേശം ഇത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 5, അതായത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസിൻ്റെ 5ാം ഭാഗമായിട്ടാണ് ഇതിനെ ഇപ്പം ഇറാൻ പറഞ്ഞിട്ടുള്ളത്. ഇറാൻ്റെ IRGC വക്താക്കൾ ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇനി ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റ് ആക്രമണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ബേസുകളടക്കം എല്ലാം ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങളെല്ലാം കൊണ്ടും സജ്ജരാണ് എന്നും കൂടെ ഇറാൻ ഇതിൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇന്നലെ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നിട്ടുള്ളത് ഇസ്രായേലിൻ്റെ റാമത്ത് ഡേവിഡ് എയർബേസിൻ്റെ അങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ഇന്നലെ നടന്നിട്ടുള്ളത്. ഏകദേശം ഹൈഫ തുറമുഖത്തിൻ്റെ അവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റാമത്ത് എയർബേസ് നിൽക്കുന്നത്. അതായത് ഇസ്രായേലിൻ്റെ ഏറ്റവും അത്യാധുനിക ഒരു പവർ ഹൗസ് തന്നെയാണ് ഈ ഒരു എയർബേസ്. അപ്പോൾ അങ്ങോട്ടാണ് ഇന്നലെ ഏറ്റവും കൂടുതലായിട്ടുള്ള ആക്രമണം നടന്നിട്ടുള്ളത്. പോയിട്ടുള്ള മിസൈലുകൾ ഏകദേശം എല്ലാം നിലം പതിച്ചതായിട്ടുള്ള ഇമേജസും അല്ലെങ്കിൽ ഫുട്ടേജസുകളൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. ഒരു സുഖകരമായിട്ടുള്ള ഒരു അറ്റാക്കും ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു അറ്റാക്ക് തന്നെ ആയിട്ടാണ് ഇതിനെ ആൾക്കാർ കാണുന്നത്. ഇന്നലെ രാത്രി തന്നെ ഈ ബെൻഗുരി എയർപോർട്ടിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മറ്റ് എയർബേസുകളുടെ പല ഭാഗങ്ങളും ഭാഗികമായിട്ട് ഇന്നലെ അടച്ചിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ടെഹ്റാനിലും അത് ഇറാൻ്റെ ഭാഗങ്ങളാണെങ്കിലും ഒരുപാട് എല്ലാം പാസേജുകളെല്ലാം ഇന്നലെ തന്നെ ക്ലോസ് ചെയ്തതായിട്ടും അറിയിച്ചിട്ടുണ്ട്. കാരണം ഏത് നേരം ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു ഇറാനും ഇരുന്നിരുന്നത്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഇതിൽ ഇടപെടുകയും ഇന്നലെ ഫോക്സ് ന്യൂസിന് കൊടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഇന്നലെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് വ്യക്തമാണ്. അതായത് ബെയ്റൂട്ടിലോട്ട് ഇസ്രായേലിൻ്റെ ആക്രമണം ഞാൻ അറിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഞങ്ങളോട് ചോദിച്ചിട്ടുമല്ല, അത് നടന്നത് ശരിയായില്ല. അപ്പം അതിൻ്റെ പേരിൽ ഇപ്പം ഇറാൻ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇറാനെ തിരിച്ചടിക്കാൻ പാടില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനി ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാനിലോട്ട് ഇനി ഇസ്രായേൽ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ, കാരണം ട്രംപിനെ അറിയാം ഇത് ഇസ്രായേൽ ചോദിച്ചു വാങ്ങിയതാണ് എന്നുള്ളത്. അപ്പം തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഇനി തിരിച്ചടിക്കാൻ പോകുന്നത് ഇവരുടെ ബേസിലോട്ടും എയർബേസിലോട്ടും എല്ലായിടത്തും ഒക്കെ ആയിരിക്കും. അത് വീണ്ടും അമേരിക്കക്ക് വീണ്ടും സാമ്പത്തികമായിട്ട് അവരിങ്ങനെ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് ആക്രമിക്കാൻ, അല്ലെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി ഓൾറെഡി ഇല്ലാണ്ടായിട്ടുണ്ട്. ഇനി അവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് അമേരിക്കയ്ക്കൊരു ആക്രമണം സാധ്യവുമല്ല. അതുകൊണ്ട് ഇനി ഞങ്ങളെക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, നിങ്ങൾ സ്വയം അടിക്കുകയാണെങ്കിൽ സ്വയം ഇരന്ന് വാങ്ങിക്കോളണം എന്നുള്ള ഒരു ക്ലിയർ മെസ്സേജും കൂടെ ഇന്നലെ ട്രംപ് നെതന്യാഹുവിന് ത്രൂ ഫോൺ കോൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് കാരണമായിട്ട് പറയുന്നത് ഇന്നലെ ഈ ഒരു ആക്രമണം നടന്ന സമയത്ത് തന്നെ ഇപ്പം ഈ ഇസ്രായേലിൻ്റെ മന്ത്രിമാരും അല്ലെങ്കിൽ ഇസ്രായേൽ IDFും പെട്ടെന്നൊരു മീറ്റിംഗ് നടന്നതായിട്ട് പറയുന്നുണ്ട്. ആ ഒരു ബെൻഗുയറൊക്കെ, അതായത് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയൊക്കെ ബെൻഗുയറും ബാക്കിയുള്ള ആളുകളും കൂടെ കൂടി ചേർന്ന് ഇപ്പം തന്നെ നമുക്കിട്ട് ഇറാനെ തീർക്കാം എന്നിട്ട് പറഞ്ഞു. അപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കോള്, നിങ്ങൾ തീർക്കുകയാണെങ്കിൽ നിങ്ങൾ തീർത്തോ, ഞങ്ങൾ കൂടെ ഉണ്ടാവില്ല. വ്യക്തമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇന്നലത്തെ ആ ഒരു മെസ്സേജ്. അതായത് ഞാൻ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം, അല്ലെങ്കിൽ എൻ്റെ തീരുമാനങ്ങളാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരിക. അതല്ലാണ്ട് നിങ്ങൾക്ക് തോന്നിയ പോലെ എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ പറ്റുക, നെതന്യാഹു അല്ല ഇവിടെ തീരുമാനം എടുക്കുന്നത് എന്നായിരുന്നു ട്രംപിൻ്റെ ഇന്നലത്തെ ഫോക്സിന് കൊടുത്തിട്ടുള്ള ആ ഒരു ഇങ്ങനെയാണ് പറയുന്നത്. ട്രംപ് ഹി വോണ്ട്, അതായത്
നെതന്യാഹുവിന് വേറൊരു ചോയ്സ് ഇല്ല എന്നാണ് പറയുന്നത്. അതായത് റിപ്പോർട്ടർ ചോദിക്കുന്നത് വിൽ നെതന്യാഹു അക്സെപ്റ്റ് യുവർ ഡീൽ വിത്ത് ഇറാൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ട്രംപ് തിരിച്ചു പറയുന്നത് അയാൾക്ക് വേറൊരു ചോയ്സ് ഇല്ല, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, അതല്ലാണ്ട് ഞങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ടൊന്നും ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഇസ്രായേൽ കത്തിച്ചാമ്പലായി പോകും, അതാണ് അതിൻ്റെ സത്യം. ഐ കോൾ ദ ഷോട്ട്സ് ഹി ഡസൻ കോൾ ദ, അതായത് ഞാനാണ് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയും, അതിനനുസരിച്ച് നെതന്യാഹു വഴി തന്നോളാം അല്ലെങ്കിൽ അവിടെ വന്ന് സൈൻ ചെയ്തോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഇഫ് ദ ഡീൽ കൊലാപ്സ് ഡ്യൂ ടു ഇറ്റ്സ് ടേംസ് വി വിൽ കൺസിഡർ എ കമാൻഡോ റൈഡ് ഓൺ, അതായത് ഇത് നടന്നിട്ടില്ലെങ്കിൽ, അതായത് ഈ ഒരു ഡീൽ നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ യുദ്ധത്തിലോട്ട്, അതായത് കമാൻഡോ റൈഡിലോട്ട്, ഞങ്ങൾ ഒരു കരയുദ്ധത്തിലോട്ട് വരെ ഞങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇസ്രായേലി അറ്റാക്കിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുള്ളത്, അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിക്കുന്ന സമയത്ത് പറയുന്നത് ഇസ്രായേൽ അറ്റാക്സ് ഓൺ ബെയ്റൂത്ത് വെർ നോട്ട് കോർഡിനേറ്റഡ് വിത്ത് ദ US, അതായത് അമേരിക്കയായിട്ട് യാതൊരു കോർഡിനേഷനും അല്ലെങ്കിൽ ഞങ്ങളായിട്ടുള്ള യാതൊരു ചർച്ചയിലും ഇല്ല. ആൻഡ് ഐ എം നോട്ട് ഹാപ്പി അബൌട്ട് ദാറ്റ്, ഞാൻ അതിൽ ഹാപ്പിയല്ല. അതിൽ കിട്ടുന്ന പണി എന്താണെന്ന് വെച്ചാൽ നെതന്യാഹു വാങ്ങിച്ചോളാം എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞ സെക്കൻഡ്സിലാണ് ഇസ്രായേലിൽ ഇന്നലെ ഇറാൻ്റെ ബാക്ക് ടു ബാക്ക് അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. 5-6 വേവുകളായിട്ടാണ് അങ്ങോട്ട് അറ്റാക്ക് നടത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി തിരിച്ച് ഇറാനിലോട്ട് ഇസ്രായേൽ തിരിച്ചടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടാവില്ല എന്നും കൂടെ ട്രംപ് അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പം പുറത്തോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ഏകദേശം ഇപ്പം എത്ര സമയം ഉണ്ടാവും, ഏകദേശം ഒരു 6-7 മണിക്കൂർ മുമ്പാണ് അറ്റാക്ക് നടക്കുന്നത്. രാത്രി ഒരു 12:30-1 മണി സമയത്ത് ഈ അറ്റാക്ക് നടക്കുന്നില്ല. ആ സമയം മുതൽ തന്നെ ഈ ഫോട്ടോജസിൽ പുറത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ തിരിച്ചടിക്കാൻ ഇസ്രായേലിന് പറ്റിയിട്ടില്ല. കാരണം അവരൊറ്റ അടിക്കണം, അമേരിക്ക കൂടെ നിൽക്കില്ല എന്നുള്ളത് ഏകദേശം ഒരു ക്ലാരിറ്റി അവർക്ക് വരുന്നതുകൊണ്ടാണ്. ഇനി ഒരു കമ്പൈൻഡ് ആയിട്ട് ഇനിയിപ്പോൾ ഡീലിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് അതൊന്നും ഇവിടെ എത്താത്തൊരവസ്ഥ വരുമ്പോൾ ചിലപ്പോൾ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ആക്രമണം ഉണ്ടാവും. അതിൽ ഇറാൻ ബാക്ക് ടു ബാക്ക് ഈ പറഞ്ഞ എല്ലാ GCC കൺട്രീസിലുള്ള ബേസുകളിലോട്ടും ഇസ്രായേലിലോട്ടും തിരിച്ചടിക്കും. ഇപ്പം ഒരു കാര്യം വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇസ്രായേലിലോട്ടുള്ള ഈ ഒരു ആക്രമണത്തിൽ അവിടെ എയർ ഡിഫൻസ് സിസ്റ്റം വളരെ വീക്കാണ് എന്നുള്ളത് ഇന്നലത്തെ ആക്രമണത്തിൽ മനസ്സിലായി. കാരണം ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇത്രയും ദിവസത്തെ എല്ലാ സജ്ജീകരണങ്ങളും കിട്ടിയിട്ട് പോലും ഇറാൻ്റെ ഇന്നലത്തെ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് മിസൈലുകൾ അവിടെ വീണിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, പോകുന്ന വഴിയിൽ ഇൻ്റർസെപ്റ്റ് ചെയ്ത ചില മിസൈലുകളുടെ മറ്റു ഭാഗങ്ങൾ വഴി മാറിയിട്ട് തന്നെ ജോർദാനിൽ പോയിട്ട് വീണിട്ടുണ്ട്. അതിൻ്റെ ഫൂട്ടേജസുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. അത് ആ മിസൈലിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, ഇറാഖിലോട്ട് ഇന്നലെ ഇറാഖിലേക്കുള്ള അമേരിക്കൻ ബേസിലോട്ട് ഇന്നലെ ആക്രമണം നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്നലെ അമേരിക്കൻ ഇസ്രായേലി ഡ്രോണുകളായിട്ടുള്ള ഹാമസ് 900 പോലത്തെ ഡ്രോണുകൾ വെടിവെച്ച് വലിയ രീതിയിലുള്ള തീ പടർന്ന ദൃശ്യങ്ങൾ ഇറാഖിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ട്. ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ആക്രമണമാണ് ഇന്നലെ ഇറാൻ നടത്തിയിട്ടുള്ളത്. അത് വലിയ രീതിയിൽ തന്നെ അമേരിക്കയ്ക്കും അതല്ലെങ്കിൽ ഇസ്രായേലിനും അടി കിട്ടിയ പോലെ തന്നെയാണ്. ഇതാണ് ഇന്നലത്തെ അവിടുത്തെ ഒരു മാപ്പ് വന്നിട്ടുള്ളത്, ഒരു വാർണിംഗ് മാപ്പ് വന്നിട്ടുള്ളത്. ഇത്രയും ഭാഗങ്ങൾ, ഹൈഫയുടെ ചുറ്റുമുള്ള ഇത്രയും ഭാഗങ്ങളിലോട്ടാണ് ഇറാൻ്റെ ആക്രമണങ്ങൾ വന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിൽ ഇന്ന് സ്കൂൾ, അതുപോലെ ഓഫീസുകളും മറ്റു ആളുകളുടെ കൂടി നിൽക്കുന്ന വർക്ക് പ്ലേസും കാര്യങ്ങളൊക്കെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ആരും പുറത്തിറങ്ങരുത്, ഇറാൻ്റെ അടി നല്ല രീതിയിൽ വരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു മെമ്മോ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. ഇനി ഇറാൻ്റെ ആക്രമണം ഇന്നലെ ജസ്റ്റ് ഒരു മിസൈലുകളിൽ മാത്രമായിരുന്നില്ല എന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം ഇറാൻ്റെ റഷ്യൻ നിർമ്മിത ഫൈറ്റർ ജെറ്റുകളായിട്ടുള്ള MiG-29 പോലത്തെ ഫൈറ്റർ ജെറ്റുകൾ ഇന്നലെ ആകാശത്തുകൂടെ പറന്ന് നടക്കുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകളും ഇതിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട്. അത് ഇറാൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ഇറാൻ്റെ എയർബേസുകളിലും അല്ലെങ്കിൽ ഇറാൻ്റെ എന്താ പറയുക വ്യോമ അതിർത്തിയിലാണ് ഏറ്റവും കൂടുതൽ ഇന്നലെ ഇത് കണ്ടതായിട്ട് പറയുന്നുള്ളത്. അപ്പം ഇറാൻ്റെ ആക്രമണം ഒരു കമ്പൈൻഡാണ്, ഒരു വെൽ പ്ലാൻഡ് ആക്രമണമായിട്ടാണ് കണക്കാക്കുന്നത്. ഇറാൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സേന അല്ലെങ്കിൽ കമാൻഡോസും ഇന്നലെ പല രീതിയിലുള്ള ട്വീറ്റുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിലായിരിക്കും ഞങ്ങൾ ആക്രമിക്കുക, ഏത് രീതിയിലായിരിക്കും ഇനി ഇസ്രായേലിൻ്റെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ള രീതിയിൽ ചില ഇത് വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ ദിവസം എണ്ണപ്പെട്ട് കഴിഞ്ഞു, ഇനി ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെ തീർക്കുമെന്നുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള ട്വീറ്റുകളും ഇന്നലെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫൂട്ടേജസുകളും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഏതായാലും പുതിയ അപ്ഡേറ്റുകൾ, ഏതായാലും ഇതൊരു വൻ യുദ്ധത്തിലോട്ട് പോകുമോ, അതല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞത് അല്ലെങ്കിൽ അമേരിക്ക ഇല്ലാത്തത് കൊണ്ട് ഇസ്രായേൽ അടങ്ങിയിരിക്കുമോ ഒക്കെ ഉള്ളത് നമ്മൾ ഇനി കണ്ടു തന്നെ അറിയേണ്ടി വരും. പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പം